ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഈ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇതേപോലെ അലാസ്റ്റിക്കിൽ വേറെ പീസിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു മോഡൽ ഡ്രസ്സാണിത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് വേഗം ഒന്ന് നോക്കിയിട്ട് വരാം. ഈ ഒരു ഡ്രസ്സ് തയ്ക്കാനായിട്ട് ഞാൻ ആദ്യം സ്കേർട്ടിൻ്റെ പീസാണ് തയ്ച്ചെടുക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ബോഡി തയ്ച്ചിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് 17.5 ഇഞ്ചിലും വീതി 25 ഇഞ്ചിലുമാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലത്തെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്രണ്ട് ഭാഗത്തെ പീസിലാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. ഇനി ഈ ഒരു വീതിയിൽ തന്നെ 25 ഇഞ്ച് വീതിയിൽ തന്നെ വേറൊരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സെയിം വീതിയിൽ തന്നെ 25 ഇഞ്ച് വീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം എടുത്തിട്ടുള്ളത് 5 ഇഞ്ചിലാണ് ഇതിൻ്റെ നീളം എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇതിലേക്ക് അലാസ്റ്റിക് ഇട്ട് കൊടുക്കാണ് ചെയ്യുന്നത്, ഈ ഒരു പീസിലേക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഫ്രണ്ട് പീസിൻ്റെ ഭാഗം മാത്രമാണ് കാണിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് പീസിൻ്റെതും ചെയ്തെടുക്കണം. അപ്പോൾ അലാസ്റ്റിക് കട്ട് ചെയ്യേണ്ട വിധം എന്ന് വെച്ചാൽ നമ്മുടെ അളവ് ആദ്യം നോക്കാം. നമ്മൾ വേസ്റ്റിന്റെ അളവ് റൗണ്ടിൽ പിടിച്ചിട്ട് എത്രയാ വേസ്റ്റിന്റെ അളവ് വരുന്നതെന്ന് നോക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഒരു 1.5 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ എത്രയാ വരുന്നതെന്ന് നോക്കാം. എന്നിട്ട് ആ ടോട്ടലിന്റെ പകുതി എത്രയാണോ വരുന്നത് അതാണ് ഒരു വശത്തേക്കായിട്ട് അലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതായത് ഫ്രണ്ടിലേക്ക്. ഇപ്പൊ എനിക്ക് ഇവിടെ ടോട്ടല് വരുന്നത് 24 ഇഞ്ചാണ്. അപ്പൊ അതിന്റെ പകുതി ഞാൻ 12 ഇഞ്ചിലാണ് ഈ ഒരു അലാസ്റ്റിക്കിന്റെ പീസ് എടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലേക്ക് മാത്രമായിട്ടാണ് 12 ഇഞ്ച്. ഇതേപോലെ തന്നെ 12 ഇഞ്ച് ബാക്കിലേക്കും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലേക്ക് 12 ഇഞ്ചിന്റെ 3 പീസായിട്ടാണ് ഞാൻ ഇവിടെ വെച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് വെച്ചു കൊടുക്കാനായിട്ട് ആദ്യം നമ്മൾ ഇവിടെ ഒരു ലൈൻ ഇട്ട് മാർക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്ന സ്ഥലത്തായിട്ട് ഇങ്ങനെ പെന്നോ ചോക്കോ വെച്ചിട്ട് 3 ലൈൻസ് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ലൈന് വരച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ സെൻറ്ററിലേക്കുള്ള ലൈനും കൂടെ വരച്ചെടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ലൈന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അലാസ്റ്റിക് വലിച്ച് പിടിക്കുമ്പോൾ നമുക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നത്. 2 ലൈൻ ഇട്ടിട്ടുണ്ട്. ഇനി 3-ാമത്തെ ലൈനും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ബാക്കിലെ പീസിലേക്കും ചെയ്തെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് അലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഇതിന്റെ നല്ല വശം ഇപ്പുറത്തെ സൈഡാണ്. അടിവശത്താണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വലിച്ച് പിടിച്ചിട്ട് ഇപ്പുറം വരെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ഈ ഒരു 3 പീസും അലാസ്റ്റിക് വെക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ആദ്യം ഈ ഒരു പീസിന്റെ നല്ല വശം ഇതേപോലെ വെച്ചിട്ട് ഇതിന്റെ താഴ്വശത്ത് അറ്റാച്ച് ചെയ്തെടുക്കാനുണ്ട്. ഇതേപോലെ വെക്കുക. കറക്റ്റായിട്ട് ഇത് ഫുള്ളായിട്ട് ഈ ഒരു എൻഡ് വരെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കാനുണ്ട്. അത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അലാസ്റ്റിക് വെച്ച് കൊടുക്കേണ്ടത്. അപ്പം ഈ ഒരു പീസ് ഞാൻ ഇതേപോലെ അലാസ്റ്റിക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബോഡി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ബോഡിക്കായിട്ട് ഇതേപോലെ ഒരു പീസ് മടക്കി വെച്ചിട്ടുണ്ട്. 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കാം. എന്നിട്ട് വലിച്ച് പിടിക്കൊന്നും ചെയ്യാണ്ട് തന്നെ നമ്മൾ ഇത് ഇവിടെ ഒന്ന് കറക്റ്റാക്കിയിട്ട് ഈ ഫ്രില്ല് ഇതുപോലെ കറക്റ്റാക്കിയിട്ട് ഇതിൻ്റെ വീതിക്ക് കറക്റ്റാക്കിയിട്ട് മടക്കിയെടുക്കാം. ഇതേപോലെ ഇതിൻ്റെ ബോഡി ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ഇതിൻ്റെ മെഷർമെൻറ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 4 ഇഞ്ചാണ് ഇവിടെ വരുന്നത്. എനിക്ക് ബോഡി ലെങ്ത് ടോട്ടലായിട്ട് വരേണ്ടത് 11 ഇഞ്ചാണ്. ടോട്ടൽ ലെങ്ത് 11 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 11 ഇഞ്ചിൻ്റെ അടുത്തുനിന്ന്
നമ്മൾ ഇവിടെ വരുന്ന 4 ഇഞ്ച് ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പം 4 ഇഞ്ച് കുറക്കുമ്പോൾ നമുക്ക് 7 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പം ആ ഒരു 7 ഇഞ്ച് നമ്മൾ ഇവിടെ ബോഡിക്ക് ലെങ്ത് എടുത്താൽ മതി. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഇത് 7 ഇഞ്ചിലാണ് ഈ ഒരു ബോഡി ലെങ്ത് എടുത്തിട്ടുള്ളത്. നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 4 ഇഞ്ചും കൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബോഡി ലെങ്ത് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റ് 11 ഇഞ്ചിൽ തന്നെ ഉണ്ടാവും. നമുക്ക് ഈ ഒരു കറക്റ്റ് 11 ഇഞ്ചിൽ തന്നെ കിട്ടും. ഇനി നമ്മൾ പിന്നെ ബാക്കി മെഷർമെൻ്റ് ഒക്കെ നമ്മൾ ഒരു ടീഷർട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ടാപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതിയൊക്കെ എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പീസ് രണ്ടായിട്ട് ഇങ്ങനെ മടക്കാം. ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിന് കറക്റ്റ് ആക്കിയിട്ട് കിട്ടുന്ന വിധത്തിലാണ് നമ്മൾ ഈ ഒരു ബോഡീൻ്റെ ലെങ്ത് എടുക്കേണ്ടത്. പിന്നെ നമ്മളെ നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണോ വേണ്ടത് അത് എടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ 2.5 ഇഞ്ചിലാണ് നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് 3.5 ഇഞ്ചിൽ എടുത്തിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടും ഞാൻ സെയിം അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. സ്ക്വയർ നെക്കാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ അടുത്ത് ടോട്ടൽ ഞാനിപ്പോൾ ഇവിടെ ഷോൾഡറിൻ്റെ അടുത്ത് 5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെയും 5 ഇഞ്ച് മാർക്ക് ചെയ്ത ചെസ്റ്റിൻ്റെ അടുത്ത് എന്നിട്ട് നമ്മൾ കൈക്കുഴി വരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ബോഡീൻ്റെ പീസ് ഫ്രണ്ടും ബാക്കും ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്കേർട്ട് ഈ ഒരു ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നേരത്തെ ഈ ഒരു സ്കേർട്ട് പീസ് എടുക്കാം. നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഈ ഒരു ഫ്രില്ല് വന്ന ഭാഗം ഇതേപോലെ മടക്ക് ആക്കി വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അല്ലാണ്ട് ഇതിങ്ങനെ നിവർത്തി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്ന് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബോഡി എടുത്തിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക. നല്ല വശമാണിത്. നല്ല വശം ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു ഫ്രില്ല് വരുന്നതിൻ്റെ മുകളിലേക്ക് കൂടെ തന്നെ ഇതേപോലെ കറക്റ്റാക്കി വെക്കുക. ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബോഡി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. നെക്കെല്ലാം എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്ന തന്നെയാണ്. അപ്പം അത് വിശദമായിട്ട് കാണിക്കുന്നില്ല. ഇതിൻ്റെ മുകളിൽ ഈ ഒരു പീസ് വെച്ചിട്ട് ഈ സ്ക്വയറിൽ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പീസ് ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. സ്ലീവിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ചെറിയൊരു പീസാണ് കിട്ടിയിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ബാക്കി തുണിയൊന്നുമില്ല. അപ്പോൾ ഉള്ള തുണി വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്ലീവാണ് ഇതുണ്ടാവുക. ഇതാണ് ഇതിൻ്റെ സെൻറ്ററിൽ വരുന്നത്. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളുടെ കയ്യിൽ തുണി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പഫ് സ്ലീവ്, നമുക്ക് ഇഷ്ടമുള്ള സ്ലീവിൽ നമുക്കിത് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഇതൊന്ന് ഷെയ്പ്പാക്കിയേ ചെയ്യണ്ടു. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഷോൾഡർ തമ്മിൽ ജോയിൻറ്റും ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ സ്ലീവും വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ഈ ഒരു എൻഡിലായിട്ട് ഞാനിവിടെ ഈ ഒരു ലോക്ക് സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഡ്രസ്സിൽ നമ്മൾ ലോക്കൊക്കെ ചെയ്യുന്നില്ലേ, ആ ഒരു സ്റ്റിച്ചാണ് ഇതിൻ്റെ എൻഡിൽ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഇതൊന്ന് ഷെയ്പ്പാക്കിയേ ചെയ്യണ്ടു. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തിരിച്ചിട്ടിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഒരു എൻഡ് വരെ. അതിനുശേഷം ഇതിൻ്റെ എൻഡിലും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.